രാഹുൽ മാക്കൂട്ടത്തിൽ ഞങ്ങളുടെ പാർട്ടിയിലില്ല. പാർട്ടിയിൽ ഉള്ള അല്ലല്ലോ അദ്ദേഹം. ഞങ്ങളുടെ പാർട്ടി എല്ലാവരുമായി ആലോചിച്ച് എടുത്തൊരു തീരുമാനമാണ്. അതിനെപ്പറ്റി ഞാനൊരു ചർച്ചയ്ക്ക് തയ്യാറാവുന്നില്ല. പാർട്ടിയുടെ ഉത്തമ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ പാർട്ടി എടുത്ത തീരുമാനമാണ്. അതിപ്പോഴും നിലനിൽക്കും. എത്തിക്സ് കമ്മിറ്റിക്ക് ഒരു ജനങ്ങൾ തിരഞ്ഞെടുത്ത ഒരു ജനപ്രതിനിധിയെ പുറത്താക്കാനുള്ള അവകാശമില്ല എന്നാണ് ഞങ്ങൾ പറഞ്ഞത്. അതൊരു ജനറലായ കാര്യമാണ്. കോൺഗ്രസ് നേതൃത്വവും UDF നേതൃത്വവും ഒന്നുകൂടി ഒന്ന് കണ്ണു തുറന്നു കാണുക, പൊതുസമൂഹത്തിലെ ഒന്ന് നോക്കിക്കാണുക. രാഹുൽ മാക്കൂട്ടത്തിനെതിരെയുള്ള 1ാം പീഡന പരാതിയിൽ മുൻകൂർ ജാമ്യം റദ്ദ് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് സർക്കാർ ഹൈക്കോടതിയിൽ പോയതിന് ശേഷം ഇന്നുണ്ടായൊരു സംഭവമാണ്. ഹൈക്കോടതി രാഹുലിന് ജാമ്യം തന്നെ അനുവദിച്ചിരിക്കുന്നത്. ആ ഒരു വിഷയത്തെ സംബന്ധിച്ച് ഇതിനു മുമ്പ് ചർച്ച ചെയ്തു പോയതാണെങ്കിലും അതിൻ്റെ വിധി ഇന്നാണ് പുറത്തു വന്നിരിക്കുന്നത്. എല്ലാവരും റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞു. എല്ലാ ചാനലും, ഓൺലൈൻ ചാനലുകാരെല്ലാം അത് റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞു. നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞുകൊണ്ടിരുന്ന പോലെ തന്നെ രാഹുൽ മാക്കൂട്ട വിഷയത്തിനകത്ത് 1% പോലും ആ വ്യക്തി കുറ്റക്കാരനായിട്ട് കാണാൻ സാധിക്കില്ല എന്ന് കോടതി നിരീക്ഷിച്ചിരുന്ന കാര്യങ്ങൾ ഇതിനു മുമ്പ് ചർച്ച ചെയ്തിരുന്നു. അതുതന്നെയാണ് പൊതുസമൂഹത്തിലെ മഹാഭൂരിപക്ഷം മലയാളികളും, ലോകത്തുള്ള മലയാളികളിൽ മഹാഭൂരിപക്ഷം പേരും ആ രീതിയിൽ തന്നെ അതിനെ കണ്ടിരുന്നു, ആ രീതിയിൽ തന്നെ അതിനെ വിലയിരുത്തിയിരുന്നു. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സ്ത്രീ പുരുഷ സൗഹൃദപരമായിട്ട് നടത്തിയിരിക്കുന്നതായിട്ടുള്ള ചില കാര്യങ്ങൾ പിന്നീട് അവരുടെ സൗഹൃദം ബ്രേക്കപ്പ് ആയതിനു ശേഷം പീഡനവും പരാതിയുമായിട്ട് വന്നു കഴിഞ്ഞാൽ അത് ഒരിക്കലും നിലനിൽക്കില്ല എന്ന് സുപ്രീം കോടതിയുടെ സുപ്രധാനമായ വിധി നിലനിൽക്കെ ആ വിധി സ്വാഭാവികമായിട്ടും മറ്റ് കീഴ്ക്കോടതികളും പാലിക്കേണ്ടതുണ്ട് എന്നുള്ളതുകൊണ്ടും ആ കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് ഹൈക്കോടതിയും ഉൾക്കൊണ്ടു എന്നുള്ളത് വ്യക്തമാണ്. നമുക്കറിയാം, അതിനെപ്പറ്റിയുള്ള ഒരു വാദപ്രതിവാദമൊക്കെ ഹൈക്കോടതിയിൽ ഇതിനു മുമ്പ് നടന്നപ്പോൾ അത് അതിശക്തമായിട്ട് വാദിച്ചിരുന്നു. സർക്കാരിൻ്റെ ആ ഒരു നിലപാടിന് വേണ്ടിയിട്ട് സർക്കാരിനെ സംബന്ധിച്ച് ഈ രാഹുൽ മാക്കൂട്ടത്തെ ഏതെങ്കിലും രീതിയിൽ ഒതുക്കി ഇല്ലാതാക്കുക എന്നുള്ള ഒരു ഹിജൻ അജണ്ട സർക്കാർ ഉൾപ്പെട്ട ഒരു വൻ കോക്കസ് അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളത് രാഹുൽ മാക്കൂട്ടം തന്നെ വ്യക്തമായിട്ട് അത് പരാതിയിലും പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ പൊതുസമൂഹം അതിനെ അങ്ങനെ തന്നെ നോക്കിക്കാണുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഹൈക്കോടതിയിൽ നടന്ന അതിശക്തമായ വാദത്തിൽ പോലും കൂടെ നമുക്കറിയാം, സർക്കാരിന് വേണ്ടിയിട്ട് വാദിക്കാൻ വന്നത് പോലും സാധാരണഗതിയിൽ സീനിയർ പ്രോസിക്യൂട്ടർമാരാണെങ്കിൽ ഈ ഒരു വിഷയത്തിനകത്ത്, ഈ ഒരു കേസിനകത്ത് മാത്രം വാദിക്കാനായിട്ട് വന്നത് സംസ്ഥാന സർക്കാരിൻ്റെ ഏറ്റവും ഉന്നതനായിട്ടുള്ള വ്യക്തി, ബഹുമാനപ്പെട്ട ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ ശ്രീ TA ഷാജി സാറ് തന്നെ വന്ന് വാദിച്ചു. എന്നിട്ട് പോലും കൂടെ ഹൈക്കോടതി ജാമ്യം അനുവദിച്ചെങ്കിൽ അത് എന്തുകൊണ്ടാണെന്നുള്ളത് സാമാന്യ നീതിബോധമുള്ള എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. ഇനിയിപ്പം നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് അതിനെപ്പറ്റിയല്ല. ഇവിടുത്തെ കോൺഗ്രസ് നേതൃത്വം ആ ഒരു വ്യക്തിയെ പറ്റി എന്തുകൊണ്ടാണ് ഇതുവരെ ഒരു നിലപാട് സ്വീകരിക്കാത്തത്? കോൺഗ്രസ് നേതൃത്വം ഇങ്ങനെ ഒരു ആരോപണം വന്നപ്പോൾ തന്നെ ആ വ്യക്തിയെ ഞങ്ങളുടെ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം വഹിച്ചിരുന്ന സ്ഥാനമാനം യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ എന്നുള്ള സ്ഥാനത്ത് നിന്ന് രാജിവെപ്പിച്ചു. അതിനുശേഷം അദ്ദേഹത്തെ പാർലമെൻ്ററി പാർട്ടി സ്ഥാനത്ത് നിന്നും അദ്ദേഹത്തെ ഒഴിവാക്കി. അതിനുശേഷം നിങ്ങൾ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് തന്നെ ആ വ്യക്തിയെ നീക്കം ചെയ്തു. നിങ്ങളുടെ ബോധ്യമാണെന്ന് പറയുന്നു. പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവായ VD സതീശൻ താങ്കളോട് പൊതുസമൂഹം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. താങ്കളുടെ ബോധ്യം എന്ത് ബോധ്യമാണ്? താങ്കളുടെ ഒരു മാനസപുത്രി എന്ന് പറയപ്പെടുന്ന ഒരു സ്ത്രീയാണ് ഇത് ആദ്യമേ പൊതുസമൂഹത്തിലേക്ക് വന്ന് വെടിപൊട്ടിച്ചുകൊണ്ട് രംഗത്ത് വന്നത്. ആ സ്ത്രീക്ക് താങ്കൾ കേക്ക് വായി വെച്ച് കൊടുക്കുന്നു, ആ സ്ത്രീ താങ്കൾക്ക് കേക്ക് വായിൽ വെച്ച് തരുന്നു. അത്തരം സീനുകളൊക്കെ നമ്മളിവിടെ കാണാനിടയായി. ഓക്കെ, താങ്കൾക്ക് മാനസപുത്രി ആയിരിക്കാം ആ സ്ത്രീ. അത് വെച്ച് പലപ്പോഴും പല സോഷ്യൽ മീഡിയയിലും അവരുടെ ഫേസ്ബുക്ക് പേജിലൊക്കെ താങ്കളെ പറ്റി വാനോളം പുകഴ്ത്തിക്കൊണ്ട് അവർ പോസ്റ്റ് ഇടുന്നുണ്ട്. അത് അവരുടെ വ്യക്തിപരമായ കാര്യം. പക്ഷേ താങ്കളും അതിനെ ഒരു പരിധിവരെ അംഗീകരിച്ചുകൊണ്ട് താങ്കളുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പത്രക്കാരുടെ മുന്നിൽ കൊടുത്തുകൊണ്ട് എനിക്ക് അവരെ മകളെ പോലെയാണെന്നുള്ളത് അത് തെറ്റൊന്നുമല്ല. ഓക്കെ, പക്ഷേ താങ്കൾ ഈ രാഹുൽ മാക്കൂട്ടത്തെ ഒതുക്കി ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന കോക്കസിൻ്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്നുണ്ടോ എന്നുള്ള നിലയിൽ ഇപ്പോഴും പൊതുസമൂഹം ചോദിക്കാൻ കാരണം, ഇത്രയും വ്യക്തമായിട്ട് ഹൈക്കോടതി പോലും കൂടെ ആ വ്യക്തിക്ക് മേൽ ഒരു വന്നിരിക്കുന്ന ആരോപണങ്ങൾ അത് വെറും ആരോപണങ്ങളാണ്, നിഴൽ ആരോപണങ്ങളാണ് എന്നുള്ള രീതിയിലേക്ക് നിലപാടെടുക്കുമ്പോൾ എന്തുകൊണ്ട് കോൺഗ്രസ് പാർട്ടിക്കും UDFനും അത് കണ്ണു തുറന്ന് കാണാനായിട്ട് സാധിക്കുന്നില്ല? അങ്ങനെ ഇനി അതിനപ്പുറം ആണ് നിങ്ങളുടെ നിലപാട്, നിങ്ങളുടെ ബോധ്യമെങ്കിൽ ആ ബോധ്യം നിങ്ങൾ പൊതുസമൂഹത്തെ കൂടി ബോധ്യപ്പെടുത്തുക. നിങ്ങൾക്ക് അങ്ങനെയുള്ള ഒരു ഉത്തരവാദിത്വം ഉണ്ടല്ലോ. ഇവിടുത്തെ കോൺഗ്രസ് നേതൃത്വത്തിനാണെങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ VD സതീശന് തന്നെ
ആ കാര്യം ഒന്ന് ബോധ്യപ്പെടുത്തേണ്ടതുണ്ടല്ലോ. അതുപോലെ തന്നെ രമേശ് ചെന്നിത്തലയ്ക്കാണെങ്കിലും കെ മുരളീധരനാണെങ്കിലും ഉണ്ണിത്താനാണെങ്കിലും നിങ്ങൾക്കൊക്കെ അത്തരം ബോധ്യങ്ങളുണ്ടെങ്കിൽ ആ ബോധ്യങ്ങൾ പൊതുസമൂഹത്തെ കൂടി ബോധ്യപ്പെടുത്തൂ. ഇവിടെ വന്നിരിക്കുന്ന നിയമപരമായിട്ടുള്ള കാര്യങ്ങളിലും കോടതി നടപടികളിലും കോടതിയുടെ ബോധ്യവും അങ്ങനെ ഒരു ആരോപണങ്ങൾ മാത്രമാണ്. അത് വെറും നിഴൽ പരാതികൾ മാത്രമാണ്. അത് ഈ വ്യക്തിയെ, രാഹുൽ മാക്കൂട്ടം എന്ന വ്യക്തിയെ ഒതുക്കി ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ഒരു കോക്കസിൻ്റെ ഒരു ഹിഡൻ അജണ്ടയുടെ ഭാഗമാണ് എന്നുള്ള നിലയിലേക്കാണ് ഇതുവരെയും വന്നിരിക്കുന്ന എല്ലാ നിഗമനങ്ങളും. പാവപ്പെട്ട ഒരു പെൺകുട്ടിയെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഇ പി ജയരാജൻ ആഭ്യന്തര വകുപ്പിനെതിരായിട്ട് ആഞ്ഞടിച്ചതാണെന്ന്. കാരണം ഒരു പാവപ്പെട്ട ഏതൊരു സാധു പെൺകുട്ടി ഇങ്ങനെ വല്ലാതെ വേട്ടയാടപ്പെടുന്നത് നമ്പർ 1 കേരളത്തിൽ, അത് പിണറായി വിജയനൊക്കെ നാട് ഭരിക്കുന്ന ഒരു സമയത്ത് അസാധ്യമാണ് എന്ന് പൊതുജനങ്ങൾക്കെല്ലാം ബോധ്യമുള്ള കാര്യമാണല്ലോ. അപ്പോൾ ഈ പാവപ്പെട്ട പെൺകുട്ടിക്ക് എങ്ങനെയാണ് 1.25 കോടി രൂപ കിട്ടിയത് എന്ന ചോദ്യത്തിന് ലളിതമായി ഉത്തരം പറഞ്ഞു കഴിയുമ്പോൾ അത് MS ഓഫീസിന് വേണ്ടിയിട്ടാണ്, MS ഓഫീസ് വിപുലീകരിക്കാൻ വേണ്ടിയിട്ടാണ്, അതിന് സ്റ്റെയർ കേസ് സ്റ്റെപ്പ് ഇടാൻ വേണ്ടിയിട്ടാണെന്നൊക്കെ പറയുന്ന മറുപടി അല്ലാതെ എന്തെങ്കിലും ഫാക്ച്വലായിട്ട് ഒരു വിഷയത്തെ നമ്മളൊരു ചോദ്യം ചോദിക്കുന്നു. ആ ചോദ്യം നമ്മൾ ചോദിച്ചതല്ലല്ലോ. ഈ രാജ്യത്തെ അന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയ ഒരു കണ്ടെത്തലാണ്, അല്ലാതെ പ്രതിപക്ഷം കണ്ടെത്തിയതോ നിങ്ങൾ മാധ്യമപ്രവർത്തകർ കണ്ടെത്തിയതോ അല്ല. ഈ രാജ്യത്തെ അന്വേഷണ ഏജൻസികൾ നടത്തിയ ഒരു കണ്ടെത്തൽ. ആ കണ്ടെത്തലിനെ പറ്റിയിട്ട് എന്തെങ്കിലും പറയണമെന്ന് ചോദിക്കുമ്പോൾ മതി എന്ന് പറഞ്ഞ് ചാടി എഴുന്നേറ്റ് പോകുന്ന പാർട്ടി സെക്രട്ടറിയും ഭർത്താവിനോട് ചോദിക്കുമ്പോൾ പാർട്ടി സെക്രട്ടേറിയറ്റ് പറയട്ടെ എന്നാണ്. നമ്മുടെ അറിവിൽ ആ പെൺകുട്ടി, ആ പാവപ്പെട്ട പെൺകുട്ടി പാർട്ടി സെക്രട്ടേറിയറ്റിന്റെ ഭാഗമായി നിൽക്കുന്ന ആരെങ്കിലുമല്ല. അപ്പോൾ അങ്ങനെ എവിടുന്നാണ് പണം കിട്ടിയത്? ആ പണം കിട്ടാനായിട്ടുള്ള കാരണം എന്താണ്? നിലപാടുകളും കോടതിയുടെ നിഗമനങ്ങളും പൊതുസമൂഹം കാണുന്നതും മലയാളികളിൽ മഹാഭൂരിപക്ഷം പേരും അതിനെ കാണുന്നതും ആ ഒരു കണ്ണോട് കൂടിയാണ്. അപ്പോൾ അതിനപ്പുറം മറ്റെന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ആ ബോധ്യം പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്താൻ നിങ്ങൾ ബാധ്യസ്ഥരല്ലേ? ഇവിടുത്തെ പ്രധാന പ്രതിപക്ഷമാണ്. അതുപോലെ തന്നെ ഇവിടുത്തെ നിലവിലുള്ള ഭരണകൂട ഭീകരത, അതിരൂക്ഷമായ ഭീകരത, ഭരണകൂടത്തിനെതിരെ അതിരൂക്ഷമായ ഭരണവിരുദ്ധ വികാരം നിഴലിച്ച് നിൽക്കുമ്പോൾ അത് ഉൾക്കൊള്ളേണ്ട പ്രതിപക്ഷ പാർട്ടിയും അതുപോലെ പ്രതിപക്ഷവും അതിനേക്കാളെല്ലാം ഉപരി പ്രതിപക്ഷ നേതാവും പ്രതിപക്ഷ നേതൃത്വ സ്ഥാനത്ത് നിൽക്കുന്ന ഉന്നതരായിട്ടുള്ള മഹൽ വ്യക്തിത്വങ്ങളും ഈ കാര്യം പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്താൻ ബാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അങ്ങനെ ബോധ്യമുണ്ടെങ്കിൽ നിങ്ങളത് ബോധ്യപ്പെടുത്തുക. അതല്ലെങ്കിൽ നിങ്ങളുടെ ബോധ്യം തെറ്റായിരുന്നു. അതുതന്നെയാണ് പൊതുസമൂഹത്തിനോടൊപ്പം നിന്നുകൊണ്ട് ഞങ്ങളുടെ ബോധ്യം അല്ലെങ്കിൽ ഞങ്ങൾക്ക് ലഭിച്ചിരുന്ന അറിവുകൾ ഞങ്ങളെ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടതായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ രാഹുൽ മാക്കൂട്ടത്തിന് കുറ്റം കാണുന്നില്ല. അതുകൊണ്ട് തന്നെ ആ വ്യക്തിയെ ഞങ്ങൾ അക്കോമഡേറ്റ് ചെയ്യുന്നു. കാരണം ആ വ്യക്തി കൂടി ഉൾപ്പെട്ട UDF പ്രസ്ഥാനമാണ് ഇത്രയും കാലം വളരെ അതിശക്തമായിട്ട് നിലകൊണ്ടത്. ഇനിയും അതിനേക്കാളും ശക്തമായിട്ട് മുന്നോട്ട് പോകുന്നതിലേക്ക് വേണ്ടിയിട്ട് രാഹുൽ മാക്കൂട്ടം എന്ന വ്യക്തി കൂടി ഞങ്ങളോടൊപ്പം ഉണ്ടായിരിക്കണം. ഞങ്ങളുടെ ഏറ്റവും നല്ല ക്വാണ്ടിറ്റിയുള്ള ഏറ്റവും നല്ല അഗ്രസീവായിട്ടുള്ള നല്ലൊരു വ്യക്തിത്വത്തിന് ഉടമയാണ് രാഹുൽ മാക്കൂട്ടം. അതുകൊണ്ട് രാഹുൽ മാക്കൂട്ടം ഞങ്ങളുടെ ടീമിൽ, കോൺഗ്രസിൻ്റെ ടീമിൽ, UDFൻ്റെ ടീമിൽ ഏറ്റവും നല്ലൊരു നേതാവായിട്ട്, നല്ല അഗ്രസീവായിട്ടുള്ള ഒരു നേതാവായിട്ട് ഉണ്ട്. അങ്ങനെ ഉണ്ടാവണം എന്ന് ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു എന്ന നിലപാടിലേക്കെങ്കിലും എത്രയും പെട്ടെന്ന് എത്തിച്ചേരുക. അതുതന്നെയാണ് ഇവിടെ പൊതുസമൂഹം ആഗ്രഹിക്കുന്നത്. ആ ആവശ്യം, പൊതുസമൂഹത്തിൻ്റെ ആഗ്രഹവും ആവശ്യവും ഉൾക്കൊണ്ട് കോൺഗ്രസും UDFും എത്രയും പെട്ടെന്ന് അങ്ങനെ ഒരു നിലപാടിലേക്ക് എത്തിച്ചേരും എന്ന് പ്രതീക്ഷിക്കുന്നു. നന്ദി.